എന്തൊരു കോഴിയാ? എങ്ങനെയത്? എല്ലായിടത്തും കോഴി ഉണ്ടല്ലോ. പിന്നെ അതിപ്പോ സൂപ്പർ മാർക്കറ്റിൽ പോയ കോഴിയുണ്ട്. പിന്നെ ഓ നാട്ടിൽ നമ്മൾ പോയിട്ട് കോഴിയെ തൂക്കിയെടുക്കും. എത്ര കിലോ വെച്ച് കഴിഞ്ഞാൽ എത്ര കിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തൂക്കിയെടുത്തതിന് ശേഷം അങ്ങനെയുള്ള ചിക്കൻ മേടിക്കാൻ പോവാ. ഓക്കെ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. നീ നടന്നു വന്നു. കടയുടെ ഫ്രണ്ടിൽ നല്ല ഇന്ത്യൻ സാധനങ്ങൾ നിറച്ച് വെച്ചേക്കുന്നുണ്ട്. ചിക്കൻ, പാഴ്പാർ പറഞ്ഞ ആളുമായി ഞങ്ങൾ 3 ബംഗാളിലൂടെ നടന്നിരുന്നു. അടുത്തല്ലേ ഇവിടെ ചേർന്ന്. ഇത് എൻ്റെ ഓൾഡ് ബിൽഡിംഗ് ആയിരുന്നു. ഞാൻ താമസിച്ചിരുന്ന ബിൽഡിംഗ് ആയിരുന്നു. നമ്മളിപ്പം ചിക്കൻ മേടിക്കാൻ വേണ്ടി പോവാണ്. प्राइस नहीं बताइए, ऊपर नहीं किया। 4 पीस चाहिए प्लीज। एकदम डिस्काउंट 24। एक कितना केजी है? बीजू मालूम नहीं है पीस का हिसाब। हाँ ओके ओके ओके। एक पीस 25। 2 पीस മതി. कटेगा जब करेगा कटे मार दे, सारी को मार दे। हाँ लागू करेगा। बिस्मिल्लाह अल्लाहु अकबर। बस कितने काट रहे? 4 3 चाहिए. इतनी है वो व्हाइट टूथ 3 चलेगा. उधर हो जाए ना उधर इसके डायरेक्ट कट होते हैं. वो गाड़ी है 5 लीटर की जगह 16 नहीं वो दूसरा बड़ा वाला 16. मटन देना है उन्होंने मटन दिया तो आगे कितना किलो भाई? किलो नहीं 10-15 चाहिए मटन. ये भाई इसका ओनर या इसको आएगा. अपना चैनल का नाम बोलो, डिस्काउंट करके देगा भाई. स्टॉक अवेलेबल है. हमको नहीं लेगा, आपको नहीं. ഫ്രഷ് ചിക്കൻ കട്ട് ചെയ്യാൻ പോവാണ്. മച്ചൻ കട്ട് ചെയ്യാൻ പോവാണ് ഫ്രഷ് ചിക്കൻ. ഇതെന്തോ സാധനം? തൂവല? അതിന്റെ പാല് കണ്ടല്ലേ? ആ ഓക്കെ ഓക്കെ. കട്ട് ചെയ്യാൻ പോവാ. ഇതെങ്ങനെ കിലോ ആണോ പീസാണോ? എങ്ങനെ വില ഇതിന്റെ? ഒരു പീസ് എത്ര ആയാലും എത്ര കിലോ ആയാലും 25 ദിർഹംസ് അല്ലേ? ഓക്കെ. ബർദുബായിലാണ്. ബർദുബായിൽ എവിടെയാണ് ഇതിന്റെ?
ഷെയർ കറാച്ചി റെസ്റ്റോറൻറ്റ് ബാക്ക് സൈഡിൽ. ഷെയർ കറാച്ചിയുടെ ബാക്ക് സൈഡാ മീന ബസാർ അല്ലേ? അപ്പോൾ നമ്മൾ അത് കട്ട് ചെയ്തെടുക്കാൻ പോയിട്ടില്ലേ? കണ്ട കട്ട് ചെയ്യണ്ട കണ്ട കോഴിയെ കട്ട് ചെയ്യുന്നതാണ്. അല്ല ഇത് നമ്മൾ ആദ്യം എടുത്ത് ഞാൻ പിടിച്ച കോഴിയാണല്ലേ മറ്റേ ഇതിൽ ഏതാ കറുപ്പ് പൊട്ടലെന്ന് പറയുന്നത് സാധനം? കാണിച്ചു തരാം വെയിറ്റ്. ഇത് പെൺകോഴിയാണോ ആൺകോഴിയാണോ? ആണാന്ന് മുട്ടയില്ലേ ഇത്? പെണ്ണില്ല കണ്ട മുട്ട ഇരിക്കുന്നു കണ്ട മുട്ട. അതാ ഞാൻ ചോദിച്ചത്. കണ്ട അത് മുട്ടയാണ് കേട്ടാ. മുട്ട അതൊരു നമ്മൾ കണ്ടിട്ടുണ്ട്. മുട്ട 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 മുട്ട. ഈ സാധനങ്ങളെ ഞാൻ പറഞ്ഞ സാധനം. ഈ സാധനം കണ്ട ഈ സാധനം നമ്മള് ഇത് കണ്ട ഇത് പൊട്ടാൻ പാടില്ല. ഈ സാധനം ഏതാ ഈ കറുപ്പ്? ഇതാണ് മറ്റേ കഴിക്കുന്നത് അല്ലേ? അത് പൊട്ടിക്കഴിഞ്ഞാൽ പോയി. കാര്യം എന്ന് പറഞ്ഞാൽ ഇറച്ചി മൊത്തം പോയില്ലേ? അങ്ങനെ ഒന്നാമത്തെ കോഴി നമ്മൾ കൊണ്ടുവന്ന് ക്ലീൻ ചെയ്യുകയാണ്. അവിടെ ഈ കറുത്ത സാധനമാണ് കയ്പ്പൻ എന്ന് പറയുന്ന സാധനം. ഇത് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറച്ചിക്കകത്ത് മൊത്തം കയ്പാവും. അത് പുതിയ അറിവാണ് കേട്ടോ, സത്യം. ഈ അറിവ് നമുക്ക് കിട്ടിയിട്ടില്ല. അവിടെ ഈ സാധനം അവിടെ കറുത്തിരിക്കുന്ന സാധനമാണ്, പൊട്ടാതെ നമ്മൾ എടുക്കണം. നമ്മളെ മേടിക്കുമ്പോൾ ഇതുപോലെ കിട്ടുള്ളൂ ഇവിടെ കോഴി. ഒരു കാര്യം കാണില്ല ഇതിനകത്ത്. അങ്ങനെ പൊട്ടാതെ നമ്മളത് എടുത്തു. അത് കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്യുന്നതായിട്ട് മുട്ട ഉണ്ട്. അത് പെൺകോഴിയാണ് കേട്ടോ, ആൺകോഴിയല്ല കേട്ടോ. അതിനകത്ത് വേസ്റ്റ് പോയപ്പോഴത്തേക്ക് മാക്സിമം വരുന്നത് 900 ഗ്രാമിൻ്റെ വരത്തുള്ളൂ സാധനം. അത്രേ കാണത്തുള്ളൂ അല്ലേ? അതിൻ്റെ ചൂട് മാറിയിട്ടില്ലല്ലേ ഇപ്പം? ഓക്കെ. 5 മുട്ട വേണ്ട നമ്മൾ ക്ലീൻ ചെയ്യുന്നത്. പിന്നെ കട്ട് ചെയ്യാതെ മൊത്തം ക്ലീൻ ചെയ്തെടുത്തിട്ട് കട്ട് ചെയ്യുക. അല്ലാതെ ഇതുണ്ട് വീഡിയോ എടുക്കാനില്ല. കഴുത്ത് കട്ട് ചെയ്യുന്നു. മറ്റേ വെച്ച് കട്ട് ചെയ്തുകൂടെ ഞാൻ ചോദിച്ചത്. വലുതാ അത് പിന്നെ അതിനകത്തിരിക്കുന്നത് കളയണ്ട അല്ലേ? കളയൊന്നും ഇല്ലടാ. മറ്റേ അത്ര ഇല്ലെന്നും ഇല്ല. ഇങ്ങനെ കത്തി മുറിയാതെ നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നു? കത്തി മുറിയത്തില്ലെങ്കിൽ നല്ല ഒരു കത്തി രാവി അങ്ങോട്ട് എടുക്കുക. മറ്റേ രാവുന്ന മെഷീൻ ഗ്രൈൻഡിങ് ഉണ്ടല്ലോ. കണ്ടില്ല ഞാൻ നീ വരുന്നവരായിട്ട് രാവിക്കൊണ്ടിരുന്നത്. മുറിയുന്നില്ലളിയാ. കോഴി കട്ടി എക്സ്പെർട്ട് ഒന്നുമല്ല. ഒരു ചിക്കൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് വെച്ചു. ഇതാണ് ഒരു ചിക്കന്. ഓക്കെ, 1 2 3 4 5 മുട്ട. ഓക്കെ, ഇനിയിപ്പോൾ അടുത്തത് നമ്മൾ കട്ട് ചെയ്യാനായിട്ട് എടുക്കുന്നു. ഓക്കെ, ഇത് ഏകദേശം എത്ര കിലോ വേണം? 1 കിലോ ആണോ? 1 കിലോ. ഓക്കെ, 1 കിലോ ഉണ്ട്. അവന്മാർ ഈ വട്ടം ന്യൂ ഇയർ ആയതുകൊണ്ട് അങ്ങ് റേറ്റ് അങ്ങ് കൂട്ടി. നേരത്തെ 18 ദിർഹംസിനകത്ത് കിടന്നെടുത്ത് അവന്മാർ നമ്മളെ കൊണ്ട് 25 ദിർഹംസ് എടുപ്പിച്ചു. ലിവർ കട്ടായിപ്പോയി കേട്ടോ. മൊത്തം ഇളക്കി അങ്ങോട്ടും കളഞ്ഞാൽ മതി, വേസ്റ്റ്. എന്നിട്ട് പിന്നെ ഇതാണ് കറുത്ത പിന്നെയും വരുന്നത്. ഇത് ആൺകോഴിയാണോ കേട്ടോ? മുട്ടയില്ല. മുട്ടയുണ്ട്. പെങ്കോഴിയാ. ഇതും പെങ്കോഴിയാ. വേണ്ട മുട്ട. മറ്റേ ഞാൻ പിടിച്ചതിന് ഇത് ചമ്മൽ ഉണ്ടാക്കിയടാ. മുട്ട മുട്ട മുട്ട
ഇത്രയും മുട്ട എങ്ങനെ വരുന്നല്ലേ? ആ മുട്ടയുണ്ട്, ഇഷ്ടംപോലെ മുട്ടയുണ്ട് കേട്ടോ. ഇവർക്ക് മുട്ട കൊടുത്ത് വേണമെങ്കിലും പൈസ ഉണ്ടാക്കുന്നുണ്ട്. എൻ്റെ അമ്മ ഒരു ചെമിട് മുട്ടയിരിക്കുന്നത് നിങ്ങൾ നോക്കുന്നുണ്ട്. ഒരു ചെമിട് മുട്ടയാണ് ഇരിക്കുന്നത് ഇതിനകത്തുന്നുണ്ട്. അവിടെ ഒന്ന് കട്ട് ചെയ്യാതിരിക്കില്ലേ? നോക്ക്, ഇഷ്ടംപോലെ മുട്ടയിരിക്കുന്നത്. ഇതങ്ങനെ വിരിയിപ്പിച്ച് കൊടുക്കുമല്ലേ? ഏഹ് ഇത് കൊടുത്താൽ അങ്ങനെ വിരിയിപ്പിക്കാൻ ഇതാ എന്താ സുഖമല്ലേ? അല്ലേ മറ്റേ ട്യൂബ് ലൈറ്റിന്റെ എന്തിന്റെ വട്ടത്തെ പ്രകാശത്തിൽ മുട്ട വിരിയുന്നൊക്കെ കേട്ടിട്ടില്ലേ? ഈ മുട്ട വെച്ച് നടക്കൂലല്ലേ? സുഖയാ. ഈ മുട്ട ഇവിടെ നമ്മളെ ഈ പാർട്സില്ലേ, പാഴ്സിൽ ഈ മുട്ട ഇടും. ഈ മുട്ടയും ഇതുമായിട്ട് ഇവിടെ കിട്ടും. ഷാർജയിൽ ഹോട്ടലിൽ കിട്ടും സാധനം. പാഴ്സലാ ഈ പാർട്സായിട്ട് ചിക്കൻ പാർട്സേ, അതിനകത്ത് മുട്ടയാണ് മെയിൻ. ഈ മുട്ടയാണ് മെയിൻ. ഇത് നമ്മൾ ഇറച്ചി തൊട്ട് വേവിക്കൂല്ലേ? പിന്നെ അല്ല, വേണേൽ നമുക്കത് സെപ്പറേറ്റ് വേവിച്ച് കഴിക്കാം. ഫ്രൈ എടുക്കാം അല്ലേ? നല്ല നെയ്യുള്ളതാ അല്ലേ? വേറെ വയസ്സുണ്ട്. ഓക്കെ. ആ മുട്ട കണ്ട ഒരു ചൂട് മുട്ട ഇരിപ്പുണ്ട്. മൊത്തം മുട്ട ഇരിക്കുന്നത്, ആ സൈഡ് മൊത്തം ഇരിക്കുന്ന മുട്ടയാണ്. പക്ഷെ ആ മറ്റേ നമ്മൾ മേടിച്ചപ്പോൾ ഈ ഫ്രോസൺ പിടിക്കുന്ന കല്ല് തന്നെ. പക്ഷെ വില കൂടുതലാണ്, 20 രൂപ ഭയങ്കര. അമ്മ മേടിച്ചില്ല. മാങ്ങണ്ടിയൊക്കെ എടുത്ത് മാറ്റി കിട്ടോ, പിന്നെ എല്ലാം എടുക്കാം നമുക്ക്. അത് കട്ട് ചെയ്യണ്ടേ മാങ്ങണ്ടിക്ക്? അത് വേണ്ടല്ലേ? ഈ കോഴിൻ്റെ മറ്റേ സാധനം കിട്ടില്ല, അതായത് കളഞ്ഞു കേട്ടാൽ മതി. അത് എങ്ങനെ കളഞ്ഞ് എനിക്ക് പിടിയിട്ട് അതായിട്ട് കണ്ടിട്ടില്ല. ഇല്ല അത് കളയത്തില്ലല്ലോ. അതങ്ങനെ കളയുന്നത് അവന്മാര് പിന്നെ പ്രസ് ചെയ്ത് തന്നതില്ലേ ഉള്ളൂ. അതിനകത്തുണ്ട്, ഇവിടെ പോകുന്നറിയില്ല. അതിനകത്തുണ്ട്. അതിനകത്തുണ്ട്. അതെങ്ങനെ അവന്മാര് ചെയ്യുന്നത്? അതിനെന്താ പറയാ? അതിനെ മാങ്ങണ്ടി. മാങ്ങണ്ടി ശരി. അത് നമ്മൾ ക്ലീൻ ചെയ്തിട്ട് അതിനകത്ത് വരുന്നത് വേസ്റ്റ് എല്ലാം വരുന്നത്, അത് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുന്നത്. എനിക്കൊന്ന് യു എയിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ സംഭവം. ആർക്കും അറിയത്തില്ല, കാരണം ഈ ഏരിയയിലോട്ടൊന്നും ആൾക്കാർ കൂടുതലും വരുന്നില്ലല്ലോ. ഇത് കിട്ടും മറ്റേ റാസൽ കൈമ അജ്മാലിലൊക്കെ സൈഡിൽ കിട്ടും, ഫാമിൽ പോയി കഴിഞ്ഞാൽ കിട്ടും. പക്ഷേ ഈ നമ്മുടെ ബർദുബായിൽ അങ്ങനെ നല്ല നെയ്യുണ്ട് കേട്ടോ. ഇച്ചിരി മുറ്റിയ സാധനമാണ് കോഴി, മുറ്റിയ കോഴിയാ. അത് ഞാൻ അങ്ങനെ കട്ട് ചെയ്യണ്ട, അതങ്ങ് കൊടുത്താൽ മതി. അല്ലെങ്കിൽ പിന്നെ ഫ്രൈ കുറയുന്നേ. ഇതെല്ലാം ഫ്രൈ ആണ്. കറി വേണമെങ്കിൽ കുറച്ച് കറി വെക്കാം. മറ്റേ ഫ്രൈ ചെയ്യാം, ഫുള്ള് മൊത്തം ഫ്രൈ ചെയ്യാം. ഇതാണ് എന്തോ കയ്പല്ലേ? കട്ട് ചെയ്ത് ഡീറ്റെയിലായിട്ട് എൻ്റെ കൈ കാണിക്കാം. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ സാധനം പൊട്ടാൻ പാടില്ല. ബീഫാണെങ്കിലും മട്ടൺ ആണെങ്കിലും ചിക്കൻ ആണെങ്കിലും ഈ സാധനം ഇറച്ചിയിൽ ഇത് പൊട്ടിക്കഴിഞ്ഞാൽ തീർന്നു. ഇത് എന്താ പേരെന്തോ? ഇതിൻ്റെ പേര് കയ്പ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇതിനെ കുറിച്ച് അറിയില്ല. ഓക്കെ. ഇത് പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറച്ചിക്കകത്ത് വീണ് കഴിഞ്ഞാൽ മൊത്തം കയ്പായി പോയില്ലേ? ബീഫ് മട്ടൺ ചിക്കൻ ഏതായല്ലേ, ഇത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ തീർന്നു കാര്യം. ഇറച്ചി മൊത്തം കയ്പായി പോകും. ഓക്കെ. ഇപ്പം കുടലുകൾ വേസ്റ്റേജ് ഒക്കെ കളാ. ഈ സാധനം പറഞ്ഞാൽ ഇതാണ് മറ്റേ ഞാൻ പറഞ്ഞ സാധനം. ഇത് ചെറിയ കോഴിയാണ്ട് ചെറുതാണ്, നമ്മൾ എടുക്കുന്നില്ല. ഞങ്ങളെ സൂപ്പർ മാർക്കറ്റ് ഇരിപ്പുണ്ട് അതൊക്കെ. പിന്നെയാണ് നമ്മൾ ഫുള്ളായിട്ട് ഫ്രൈ ആക്കാൻ പോകണം. ഇത് ആൺകോഴിയാണ് എന്തായാലും. തോനെയുണ്ടോ? പെണ്ണാണ്. 3 പെൺകോഴിയാ.
ഇത് മുട്ടയുണ്ട്. ഈ മുട്ട കാണിക്കട്ടെ, ഇത് പൂങ്കോഴി എന്ന് പറഞ്ഞാൽ വെച്ചാൽ ഒരുപാട് മുട്ട കിട്ടിയില്ലേ. കറിവൊക്കെ സൂപ്പറാ. ഉള്ളിയെല്ലാം കട്ടി ചെറിയ ഉള്ളിയാണ് വേണ്ടത്. അത് കുറച്ച് ഫ്രൈ ചെയ്യാം, പിന്നെ നമുക്ക് കറി വെക്കാം. വല്ല കഴിക്കണ്ടേ? ചപ്പാത്തിയോ പൊറോട്ട മേടിച്ച് കഴിക്കണ്ടേ? താഴെ വേണം പോയി വാങ്ങിച്ചുണ്ടോ? ചെറിയ ഉള്ളി വേണോ? അല്ലെങ്കിൽ എന്തൊക്കെ വേണ്ട അത് മാറ്റ്, അത് കുഴപ്പമില്ല. മറ്റേത് കളയരി മൊത്തമായിട്ട് ശരിയായി തരണം. ഞാനും തന്നെ കട്ട് ചെയ്യുന്നു. 2 കോഴിയാണ് ഇരിക്കുന്നത്. ഇത് നമ്മൾ ഫുള്ളായിട്ട് പൊരിക്കാൻ പോകുന്ന കോഴിയാണ്. എന്തൊക്കെ ഉണ്ട് നോക്കടാ, എന്തൊക്കെ ഇല്ലാത്തതെന്ന് എന്നോടത് ചോദിക്കുന്നത്. ചെറിയ ഉള്ളിയാണ് മെയിൻ. ചെറിയ ഉള്ളിയാണോ? മസാല ഇന്ന് നമ്മൾ ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. ഈ ഫുൾ കോഴിയാണ് നമ്മൾ ഇന്ന് ഫ്രൈ ചെയ്യുന്നത്. സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ. എങ്ങനെയുണ്ട്? പേരും മാറ്റി നമ്മൾ. അതാ ഇതിനകത്തുനിന്ന് മുട്ട വരുന്നുണ്ടോ? മുട്ടയായി കാണുന്നത്, മുട്ട പൊട്ടി. ഇതൊക്കെ അതുകൊണ്ട് മുട്ട വരുന്നത്. ഇപ്പം കട്ട് ചെയ്ത് കാണിച്ചു തരാം, നിങ്ങൾ നോക്കിക്കോണം. ഓക്കെ, ഇപ്പം നോക്കിക്കോണം, മുട്ട വരുന്നത്. മുട്ടയാണിത്. മുട്ടായി വരുന്ന പരുവാണ് എടാ. മുട്ടയുടെ മഞ്ഞയുടെ നമ്മളെ ആ ഒരു ഇതാണ് വരുന്നത്. സവാള, ചെറിയ ഉള്ളി, മുളക്, ഇഞ്ചി, വെളുത്തുള്ളി, നാടൻ കോഴി കറി. ഭയങ്കര പ്രാണായിട്ട് വന്നേക്കാണ് ചേട്ടാ. ഇതൊരു വെറൈറ്റി ആണല്ലോ സംഭവം എന്ന് പറഞ്ഞാൽ. എല്ലാവരും ഉള്ളിയിട്ട് വരട്ടിട്ടാണ് ഇഞ്ചി വെളുത്തുള്ളിലേക്ക് ഇടുന്നത്. ഇതെന്താ നിങ്ങൾ അവിടുത്തെ സ്പെഷ്യലാണോ? പിന്നെ അപ്പപ്പാന്ന് വിളിച്ചോ? അപ്പപ്പാന്ന് വിളിച്ചോ എന്നെ? ഇട്ടോ ഒന്ന് പ്രസി നമ്മളല്ലേ കഴിക്കുന്നത്, വേറെ പ്രശ്നമൊന്നുമില്ല. എന്തായാലും എല്ലാം പെരിഞ്ചീരകമാണോ കേട്ടാ? ഞാൻ പറഞ്ഞു കൈ വെച്ച മറ്റേ കോഴിൻ്റെ. എന്നാലും എനിക്ക് മനസ്സിലായി. ഓണായിട്ടിരിക്കണോ ഓഫാക്കണേ? കുറച്ചുകൂടി വെള്ളം വേണം. നാല്. നമ്മുടെ നാട്ടിലോട്ട് പ്രോസൻ അല്ല, ഇതല്ല കേട്ടോ ചിക്കനെ. നാട്ടിൽ നമ്മുടെ വെള്ളക്കോഴി ഉണ്ടാവുന്നില്ല. ഇനി മൂടിയില്ല, ഉപ്പിട്ടിട്ടില്ല. തക്കാളി ഇല്ലല്ലേ തക്കാളി ഒന്നും തക്കാളി ഇടൂല. ഇടണം, അത് ഇപ്പോൾ ഇടുള്ളൂ. അങ്ങനെ നിൽക്കട്ടെ. നീ 3 ഗ്ലാസ്സൊക്കെ നമുക്ക് ചൂടുവെള്ളത്തിൽ കിട്ടുള്ളൂ, പിന്നെ കുറച്ച് സമയം.
ഇത്രയും പാത്രം നിന്റെ കണ്ണിൽ വല്ല പ്രശ്നമുണ്ടോ? ഏതാണ്ട് അവിടെ ഇരിക്കണ അതൊന്നും വേണം അല്ലേ? നാടൻ കോഴിയാണ്. അതാണ് ഇതാണ് വേണ്ട. ഇതാണ് സമയം എടുക്കണ്ട. എന്തിട്ടില്ല ഇപ്പോഴും ഇതില്ല മീറ്റ് കണ്ടായിരുന്നു. കട്ടി ഇറച്ചിയല്ലേ? നല്ല ഫ്ലേവർ, നല്ല നല്ല മണമൊക്കെ ഉണ്ട്. നാടൻ കോഴിക്കറി തൃശ്ശൂർ സ്റ്റൈലല്ലേ? ചപ്പാത്തി എത്ര മുട്ട ഇട്ട് കോഴിയുടെ വളർത്തിരുന്നുണ്ടെങ്കിൽ ഇവിടെ മുട്ട മേടിക്കേണ്ട ആവശ്യമില്ല. അല്ല റിച്ച്